إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നും മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള കഠിനമായ പരിശ്രമം, എപ്പോഴുമുള്ള ജാഗ്രത എപ്പോഴും സദാ നമ്മുടെ ജീവിതത്തിൽ വെച്ചു പുലർത്തണമെന്നും ഉണർത്തുകയാണ്. പ്രത്യേക പ്രാധാന്യമുള്ള 2 മാസങ്ങൾക്കിടയിൽ വരുന്ന ഒരു മാസവുമാണ് ഷാബാൻ എന്ന് പറയുന്നത്. ഇന്ന് ഷാബാൻ 11 ഹിജ്റ വർഷം 1447. യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട റജബുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച മാസമായ റമദാൻ. ഈ 2 മാസങ്ങൾക്കിടയിൽ വരുന്നൊരു മാസമാണ് ഷാബാൻ. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷാബാനിൽ പ്രത്യേകമായൊരു പരിഗണന അതിന് കൊടുത്തിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണാം, ഇമാം നസായിയും അതുപോലെ തന്നെ മറ്റു പല മുഹദ്ദിസീങ്ങളും സഹിയായ സനദോട് കൂടി ഉദ്ധരിക്കുന്ന ഉസാമത്ത് ബിൻ സെയ്ദ് എന്നുള്ള ഒരു ഹദീസിൽ കാണാം. അദ്ദേഹം ചോദിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, യാ റസൂലല്ലാഹ് ലം അറക തസൂമു ശഹറൻ മിന ശുഹൂരി മാ തസൂമു ഷഅബാൻ. നിങ്ങൾ ഷഅബാനിൽ നോമ്പ് നോൽക്കുന്നത് പോലെ അല്ലാഹുവിന്റെ പ്രവാചകരെ മറ്റു മാസങ്ങളിൽ നോമ്പ് നോൽക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ദാലിക ശഹറുൻ യഖ്ഫുലു അന്നാസു അൻഹു ബൈന റജബിൻ വ റമദാൻ. റമദാനിന്റെയും റജബിന്റെയും ഇടയിൽ ജനങ്ങൾ അശ്രദ്ധയിലായിരുന്നൊരു മാസമാണത്. ജനങ്ങൾക്ക് അതിനെപ്പറ്റി വലിയ ശ്രദ്ധയില്ല. ഒന്ന് റജബാണ്, മറ്റൊന്ന് റമദാനാണ്. പക്ഷെ അതിനിടയിൽ ഒരു മാസമുണ്ട്. അത് ജനങ്ങളൊക്കെയും അതിനെക്കുറിച്ച് അശ്രദ്ധാലുക്കളാണ്. ആ ഒരു മാസമാണത്. അല്ലാഹുവിലേക്ക് അഅ്മാലുകൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ വർഷത്തിൽ ഉയരുന്ന ഒരു മാസമാണത്. അതിൻ്റെതായ ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ എൻ്റെ അമലുകൾ നോമ്പുകാരനായിരിക്കെ അല്ലാഹുവിലേക്ക് ഉയർന്നു പോകാൻ വേണ്ടി ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് ഞാൻ നോമ്പ് നിൽക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എന്ന് പറഞ്ഞാൽ അമലുകൾ, നമ്മളിൽ നിന്നുള്ള സൽക്രമങ്ങൾ വർഷത്തിൽ അല്ലാഹുവിലേക്ക് ഉയരുന്ന ഒരു മാസം. അതുകൊണ്ട് തന്നെ ഞാൻ നോമ്പുകാരനാണ്. കാരണം ഞാൻ നോമ്പുകാരനായിരിക്കെ അല്ലാഹുവിലേക്ക് എൻ്റെ അമലുകൾ, സൽക്രമങ്ങൾ ഉയരാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇമാം അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന ഉമ്മു സൽമ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലം യകുൻ യസൂമു മിൻ സനതി ഷഹ്റൻ താമൻ ഇല്ലാ ശഅബാന യസ്ലുഹു ബി റമദാൻ. ലം യകുൻ യസൂമു മിൻ സനതി ഷഹ്റൻ താമൻ ഇല്ലാ ശഅബാന യസ്ലുഹു ബി റമദാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മാസവും പൂർണ്ണമായി നോമ്പ് നോറ്റിട്ടില്ല.
നോമ്പ് നോറ്റുകൊണ്ട് റമദാനിലേക്ക് ചേർക്കുമായിരുന്നു, ഷാബാൻ ഒഴികെ. എന്ന് പറഞ്ഞാൽ ഷാബാൻ അത്രയധികം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് നോറ്റിരുന്നു എന്നാണ്. അധികം നോമ്പ് നോറ്റിട്ടാണ് റമദാനിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനെ ചേർക്കാറുണ്ടായിരുന്നത്, ഷാബാനെ ചേർക്കാറുണ്ടായിരുന്നു എന്നാണ്. അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു ഹത്താ നഖൂൽ ലാ യുഫ്തിർ. ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുക്കുന്ന നിർത്തുകയില്ല എന്ന് നമുക്ക് തോന്നുമാറ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുത്തുകൊണ്ടേയിരിക്കും. അത് ഏത് സമയമാണെന്ന് പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല. ചിലപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നോമ്പേ ഉണ്ടാവില്ല. നമ്മൾ വിചാരിക്കും റസൂൽ നോമ്പെടുക്കില്ല എന്ന രീതിയിൽ നോമ്പിനെ ഒഴിവായിക്കൊണ്ടേയിരിക്കും. فما رأيت رسول الله صلى الله عليه وسلم يستكمل صيام شهر إلا رمضان. എന്നാൽ റമദാൻ ഒഴികെ ഒരു മാസവും പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർണ്ണമായി നോമ്പെടുത്തിരുന്നില്ല. റമദാൻ പൂർണ്ണമായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പിലേക്ക് അങ്ങ് പ്രവേശിക്കും. വമാ റഅയ്തു അക്തറ സിയാമൻ മിൻഹു ഫി ശഅബാൻ. എന്നാൽ ശഅബാനിൽ നോമ്പ് നോൽക്കുന്ന അത്ര മറ്റു മാസങ്ങളിൽ റമദാൻ ഒഴികെ നോമ്പ് നോൽക്കുന്നതായി നമ്മൾ കണ്ടിട്ടില്ല എന്നാണ്. എന്നാൽ റമദാനിലാണ് പൂർണ്ണമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുക്കാറുണ്ടായിരുന്നത്. എന്നാൽ മാസങ്ങളിൽ ഏറ്റവും അധികം നോമ്പെടുത്തിരുന്ന മാസം ഏതാണെന്ന് ചോദിച്ചാൽ റമദാൻ ഒഴികെ അത് ശഅബാനായിരുന്നു. അതുകൊണ്ടാണ് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, വഫീ ഹദീസി ദലീലുൻ അലാ ഫദ്ലി സൗമി ഫി ശഅബാൻ. ശഅബാനിൽ നോമ്പെടുക്കുന്നതിന് മഹത്വമുണ്ട് എന്നത് ഈ ഹദീസ് തെളിവുണ്ട് എന്നാണ്. ഈ ഹദീസിന് തെളിവുണ്ട്, ശഅബാനിൽ പ്രത്യേകമായി നമുക്ക് നോമ്പ് അധികരിപ്പിക്കുന്നതിൽ തെളിവുണ്ട് എന്നാണ്. ഇബ്നു റജബ് ഹംബലി റഹ്മത്തുള്ളാഹി പറഞ്ഞു, വഅമ്മ സിയാമു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അശ്ഹുരി സനതി ഫകാന യസൂമു മിൻ ശഅബാൻ ലാ മാ ലാ യസൂമു മിൻ ഗൈരിഹി മിൻ ശുഹൂർ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റമദാൻ ഒഴികെ മറ്റൊരു മാസവും ഇങ്ങനെ അധികം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുക്കുന്നതായി നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. മിൻ അശ്ഹുരി സനതി ഫകാന യസൂമു മിൻ ശഅബാൻ. ശഅബാനിലായിരുന്നു ഏറ്റവും അധികം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു മാസങ്ങളെ അപേക്ഷിച്ചിട്ട് വർഷത്തിൽ നോമ്പെടുക്കാറുണ്ടായിരുന്നത് എന്ന് അദ്ദേഹം പറയുകയാണ്. അതുപോലെ തന്നെ ഇമാം സഅദി റഹ്മഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, വഫീ ദലീലുൻ അലാ അന്നഹു യുഖസ്സു ശഅബാന ഫീ സൗമി അക്സറ മിൻ ഗൈരിഹി. റമദാൻ കഴിഞ്ഞാൽ ശഅബാൻ മാസത്തിൽ പ്രത്യേകമായി മറ്റു മാസങ്ങളെക്കാൾ കൂടുതൽ നോമ്പ് നോൽക്കാറുണ്ടായിരുന്നുവെന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം എന്താ പറഞ്ഞത്? ജനങ്ങൾ ഏറ്റവും കൂടുതൽ അശ്രദ്ധാലുവായ മാസമാണിത്. നമ്മളെ പറ്റി തന്നെ ചിന്തിച്ചു നോക്കിയിട്ട്. അതുകൊണ്ടാണ് ശഅബാനെ ഇഷ്ടപ്പെടാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാക്കുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാന അഹബ്ബു ശുഹൂരി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യസൂമു ശഅബാന സുമ്മ യസ്ലു ബി റമദാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയധികം ഇഷ്ടമായിരുന്നു ശഅബാൻ. അങ്ങനെ ആ മാസത്തിൽ നോമ്പ് അധികരിപ്പിച്ചു. നോമ്പ് അധികരിപ്പിക്കുന്നതിൽ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത്രയധികം ഇഷ്ടമായിരുന്നു ശഅബാനിൽ. അങ്ങനെയായിരുന്നു റമദാനിലേക്ക് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം കടക്കാറുണ്ട് എന്നതാണ്. അതുപോലെ തന്നെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുകയാണ്, മാ റഅയ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു ശഹ്റൈനി മുതതാബിയൈനി ഇല്ല ശഅബാൻ വ റമദാൻ. റമദാനിലും ശഅബാനിലും 2 മാസങ്ങൾ ചേർത്ത് നോമ്പ് പിടിക്കുന്നത് അതുപോലെ മറ്റൊരു മാസം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടേയില്ല. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ്, ഇണയാണ്, ഉമ്മഹാത്തുൽ മുഅ്മിനീൻപ്പെട്ടവരാണ്. അവർ പറയുകയാണ്, മറ്റൊരു മാസം ഞാൻ കണ്ടിട്ടില്ല. റമദാനിലേക്ക് ഇങ്ങനെ നോമ്പ് നോറ്റി ചേർത്ത് ഇങ്ങനെ ഇത്ര അധികരിപ്പിക്കുന്ന ഒരു മാസം അല്ലെങ്കിൽ വേറൊരു മാസത്തെ ഞാൻ കണ്ടിട്ടില്ല എന്നതാണ്. അതുകൊണ്ടാണ് എന്തുകൊണ്ടായിരിക്കണം എന്നതിനെ പറ്റി പണ്ഡിതന്മാർ അത് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇബ്നു റജബ് റഹ്മത്തുള്ളാഹി പറയുകയാണ്, അസ്സിയാമു ശഅബാൻ അഫ്ദലു മിൻ സിയാമിൽ അശ്ഹരിൽ ഹുറും വഅഫ്ദലു തതഅവ്വി മാ കാന ഖരീബൻ മിൻ റമദാൻ കൽഖബലുഹു വബഅദഹു وتكون منزلته من صيام بمنزلة السنن رواتب مع الفرائض قبلها وبعدها وهي تكملة لنقص الفرائض. അദ്ദേഹം അതിനെപ്പറ്റി ഇങ്ങനെ ചർച്ച ചെയ്തിട്ട് പറയുകയാണ്, വിശദമായിട്ട് പറയുന്നത്. അതേപോലെ നമ്മളൊരു ഫർദ് നിസ്കാരത്തിന് മുമ്പ് നമ്മൾ കുറച്ച് റവാത്തിബിന്റെ സുന്നത്ത് നിസ്കാരം നിസ്കരിക്കും. അതുപോലെ തന്നെ ഫർദ് നിസ്കാരത്തിന് ശേഷം എന്താണ് നമ്മൾ സുന്നത്ത് നിസ്കാരം നിസ്കരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ഫർദിലുണ്ടാകുന്ന എന്തെങ്കിലും പോരായ്മകൾ പൊറുക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ റമദാൻ മാസം വരുന്നതിന് മുമ്പ് ശഅബാനിൽ നോമ്പ് പിടിക്കുക
റമദാന് ശേഷം ശവ്വാലിൽ നോമ്പ് പിടിക്കാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, റമദാനിൽ നമ്മൾ നോമ്പ് നോൽക്കുന്ന നമ്മുടെ ഫർദായ നോമ്പിൽ വരുന്ന വല്ല വീഴ്ചയും അതങ്ങ് മായ്ച്ചു കളയാൻ വേണ്ടിയിട്ടാണ്, അത് പൊറുക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് എന്നാണ് ഇതുകൊണ്ട് മനസ്സിലാക്കുന്നത് എന്ന് മഹാന്മാരെ പണ്ഡിതന്മാർ അതിന് ശർഹ് നൽകി വിശദീകരിക്കുകയാണ്. അതുപോലെ തന്നെ ഉമ്മ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, വലം മറഉ സായിമൻ മിൻ ശഹ്രി ഖത്തു അക്സറ മിൻ സിയാബി മിൻ ശഅബാൻ കാന യസൂമു ശഅബാന കുല്ലഹു കാന യസൂമു ശഅബാന ഇല്ലാ ഖലീല. കാരണം അവർ അത്രയധികം സംശയം പ്രകടിപ്പിക്കുക. എന്തറിയോ, ആ മാസം മുഴുവനും റസൂൽ നോമ്പ് നോറ്റിരുന്നു. എന്നാൽ ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്തെന്ന്, ഒരു മാസവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൂർണ്ണമായി നോമ്പ് നോറ്റിട്ടില്ല റമദാനിലല്ലാതെ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? കാല നബി റഹിമഹുല്ലാഹ് പറയാണ്, വബയാന അന്ന ഖൗലഹാ കുല്ലഹു ഐ ഗാലിബഹു ശഅബാൻ മുഴുവനും എന്ന് പറഞ്ഞാൽ ഭൂരിഭാഗവും എന്നാണ് അത് ഉദ്ദേശം. അത്രയധികം നോമ്പ് നോറ്റിരുന്ന ശഅബാൻ, കാരണം അത്രമാത്രം ഫضലുള്ള ഒരു മാസമാണ് ഈ മാസം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം സഹോദരന്മാരെ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചില്ലേ, വർഷത്തിലെ സക്രമങ്ങൾ ഷഹബാനിൽ എന്താണ്, അത് ഉയർത്തപ്പെടുന്നുണ്ട്, അത് പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട്. ഇപ്പൊ അടിമകളുടെ അമലുകൾ എല്ലാ ദിനത്തിലും അല്ലാഹുവിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണുന്നത്, ഇന്നൽ അഅ്മാലിൽ ഇബാദത്തി തുഅറദു അലല്ലാഹി തആല കുല്ലി യൗമിൻ, എല്ലാ ദിവസവും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ ഓരോരുത്തരുടെയും അമലുകൾ പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട്. ഇന്നാൾ ഇന്നത് എന്താ ചെയ്തത്, ഇന്നാൾ ഇന്നത് എന്താ ചെയ്തത്, അതൊക്കെയും അല്ലാഹുവിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടുന്നു. അല്ലാഹു അതൊക്കെയും മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ ആഴ്ചകളിലും വ്യാഴാഴ്ച, വെള്ളിയാഴ്ച രാവും, അതുപോലെ തന്നെ തിങ്കളാഴ്ച രാത്രികളിലും എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച രാത്രിയും തിങ്കളാഴ്ച രാത്രിയും അമലുകൾ അല്ലാഹുവിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അത് സംബന്ധമായി സൂചന നൽകിയിരുന്നു. എന്ന വർഷത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അമലുകൾ പ്രദർശിപ്പിക്കുക, അത് ഏത് മാസമാണെന്ന് ചോദിച്ചാൽ അത് ശഅബാനിലാണ്. ഓരോന്നിനു ശേഷം ഓരോന്നിനും അതിൻ്റെതായ യുക്തികളുണ്ട് എന്ന് ഈ ഹദീസുകളൊക്കെ വ്യാഖ്യാനിച്ച് പണ്ഡിതന്മാർ പറയുകയാണ്. എന്നാൽ സഹോദരന്മാരെ, ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാനിൽ പൂർണ്ണമായി നോമ്പ് നോറ്റിരുന്നില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മാ സാമ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശഹ്റൻ കാമിലൻ ഖത്തു ഗൈറ റമദാൻ. റമദാൻ ഒഴികെ ഒരു മാസവും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൂർണ്ണമായി നോമ്പ് നോറ്റിരുന്നില്ല. അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ എന്ന ഹദീസിൽ കാണാം, വലാ സാമ ശഹ്റൻ കാമിലൻ ഗൈറ റമദാൻ, റമദാൻ ഒഴികെ മറ്റൊരു മാസവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൂർണ്ണമായി നോമ്പ് നോറ്റിരുന്നില്ല എന്ന് പറഞ്ഞാൽ ശഅബാൻ അധിക ദിവസവും നോമ്പെടുത്തു, എന്നാൽ മുഴുവനായും എടുത്തില്ല. മുഴുവനായും എടുത്ത മാസം എന്ന് പറയുന്നത് അത് റമദാൻ മാത്രമാണ്. അത് പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ ശ്രദ്ധാലുവായ ഒരു മാസം കൂടിയാണ് എന്തെന്ന് ശഅബാൻ എന്ന് പറയുന്നത്. മാത്രമല്ല, ഇപ്പൊ നോമ്പൊക്കെ നോറ്റി വീട്ടേണ്ടവരുണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യത്തെ നോമ്പിൽ റമദാനിൽ രോഗം കൊണ്ടോ മറ്റു പ്രയാസം കൊണ്ടോ നോമ്പെടുക്കാത്തവർ, എന്നാൽ ഈ റമദാനാകുമ്പോഴേക്ക് നോമ്പെടുക്കാൻ കഴിവുള്ളവർ, അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം റമദാൻ നോമ്പ് ഒഴിവാക്കിയ സ്ത്രീകൾ, അവരുടെ ആർത്തവ സമയത്തൊക്കെ ഒഴിവാക്കിയവർ, അവരൊക്കെ നോമ്പ് ഇതുവരെ നോറ്റി വീട്ടിയിട്ടില്ലെങ്കിൽ ഈ മാസത്തിലെങ്കിലും അത് നോറ്റി വീട്ടേണ്ട അത്യന്തമായ കടമ അവരിലുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് തന്നെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, തഖൂലു കാന യകൂനു അലയ്യ സൂമു മിൻ റമളാൻ ഫമാ അസ്തതിഉ അൻ അഖ്ദി ഇല്ല ഫി ശഅബാൻ. റമളാനിലെ നോമ്പ് എനിക്ക് നോറ്റുകൂട്ടാൻ ബാക്കിയുള്ളത് ശഅബാനിലാണ് നോറ്റുകൂട്ടാൻ എനിക്ക് കഴിഞ്ഞിരുന്നത്. കാരണം ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നു. ആ സമയത്ത് അവർ എപ്പോഴും തിരക്കിലായിരിക്കും. അപ്പോൾ അവര് പറയുകയാണ്, ഞാൻ റമളാനോട് അടുത്ത ശഅബാനിലായിരുന്നു കഴിഞ്ഞ വർഷത്തെ റമദാനിലെ നോമ്പ് ഞാൻ നോറ്റി വീട്ടിയിരുന്നത് എന്നവർ പറഞ്ഞതായി കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ സഹോദരന്മാരെ, സഹോദരികളെ, രോഗകാരണത്താലോ മറ്റോ നോമ്പനുഷ്ഠിക്കാൻ കഴിയാതിരുന്നവർ അവർ ശ്രദ്ധിക്കേണ്ട സമയം അതിക്രമിച്ചു പോയി. എടുക്കാൻ പറ്റുന്നവർ ഏറ്റവും പെട്ടെന്ന് തന്നെ അത് എടുത്ത് വീട്ടേണ്ട ഒരു മാസത്തിലാണ് നമ്മൾ ഉള്ളത് എന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ല, അയ്യാമ മഅദൂദാത്, ഒരു നിശ്ചിതമായ ദിവസങ്ങളാണ്. ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. അതായത് നിങ്ങളിൽ ആരെങ്കിലും രോഗികളാവുകയോ അതുപോലെ തന്നെ യാത്രക്കാരുകയോ ചെയ്താൽ മറ്റേതെങ്കിലും ദിവസങ്ങൾ അത് നോറ്റിവിട്ടട്ടെ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം പറഞ്ഞത്. എന്നാൽ അതിന് സാധിക്കുന്നില്ലെങ്കിൽ അതിന് സാധിക്കുന്നില്ലെങ്കിൽ
മിസ്കീനുകൾക്ക് ഫിദിയ കൊടുക്കട്ടെ. ഫിദിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. നമുക്ക് നോമ്പിലേക്ക് കടന്നു, നമ്മളെ രോഗം ക്ഷയിച്ചിട്ട് രോഗം മാറിയിട്ടില്ല, അതുപോലെ തന്നെ പ്രായം കുറച്ചും കൂടി കൂടിയിട്ടുണ്ട്, നോമ്പെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള അവശതയിലാണ് നമ്മൾ ഉള്ളത് എങ്കിൽ മിസ്കീനുകൾക്ക്, പാവപ്പെട്ടവർക്ക് ഫിദിയ കൊടുത്തു വിട്ടേണ്ടതുണ്ട്. ഫിദിയ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഒരു നേരത്തെ ഒരു മിസ്കീനിന്റെ ഭക്ഷണമാണ്. അതല്പം അരിയും അതിൻ്റെ കൂടെ വല്ല പച്ചക്കറികളോ മറ്റൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യണം? നമ്മൾക്ക് എത്രയാണോ നോമ്പുള്ളത് അതിൻ്റെ പൂർണ്ണത അത് വീട്ടേണ്ട സമയത്തിലും കൂടിയാണ് നമ്മൾ ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരന്മാരെ, ഷഹബാൻ റമദാനിന് വേണ്ടി ഒരുങ്ങാനുള്ള മാസം കൂടിയാണ്. റമദാനാണ് വരുന്നത്, അതിനൊരു ഒരുക്കമാണ്. നമ്മൾ പള്ളികളിലൊക്കെ പെയിന്റ് അടിക്കുക, മിക്ക പള്ളികളിലൊക്കെ എന്തായിട്ടുണ്ട്, പെയിന്റ് ഒക്കെ അടിച്ചിട്ടുണ്ട്, അതിന്റെ അറ്റകുറ്റപ്പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇവിടെയും അത് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കേണ്ടത് എന്താണ്? റമദാൻ ഒരുക്കാനുള്ള മാസം. അംർ ഇബ്നു ഖൈസ് പറയുകയാണ്, ഇദാ ദഖല ശഅബാൻ അഗ്ലക തിജാറത്തുഹു. അദ്ദേഹം എന്താക്കുന്നറിയോ? അംർ ഇബ്നു ഖൈസ് അദ്ദേഹം വഫാത്താക്കുന്നത് ഹിജ്റ 146-ലാണ്. റമദാൻ ആഗതമായാൽ കച്ചവടം നിർത്തിവെക്കുകയും ഖുർആൻ പാരായണത്തിന് വേണ്ടിയിട്ട് ഒഴിഞ്ഞിരിക്കുകയും ചെയ്യുമായിരുന്നു. അദ്ദേഹം പറയാറുണ്ടായിരുന്നു, റമദാനിന് മുമ്പ് തന്റെ മനസ്സിനെ നന്നാക്കിയവനെ മംഗളം, റമദാനിന് മുമ്പ് തന്റെ മനസ്സിനെ നന്നാക്കിയവനെ മംഗളം എന്ന് അദ്ദേഹം പറയാറുണ്ട് എന്ന്. അതുപോലെ തന്നെ ഇമാം ഇബ്നു റജബ് ഹംബലി റഹ്മത്തുള്ളാഹി പറഞ്ഞതായി കാണാൻ സാധിക്കും, ലമ്മാ കാന ശഅബാനു കൽ മുഖദ്ദിമ ലി റമദാൻ. ഷഅബാൻ എന്ന് പറയുന്നത് റമദാനിന്റെ ഒരു മുഖവുര പോലെയാണ്. ഇപ്പൊ നമ്മളൊക്കെ കിതാബൊക്കെ ഉണ്ടാക്കി ഒരു മുഖദ്ദിമ ഉണ്ടാവും, ഒരു ആ ഫ്രണ്ട് ലൈനിൽ ഒരു മുഖദ്ദിമ ഉണ്ടാവും. അതുപോലെയാണ് അതെന്ന് ഷഅബാൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ശുറിയ ഫീഹി മാ യുശ്റഹു ഫീ റമദാൻ മിന സിയാമി വ ഖിറാഅത്തിൽ ഖുർആൻ. അതായത് റമദാനിൽ ഷറാക്കപ്പെടുന്ന നോമ്പ്, ഖുർആൻ പാരായണ തുടങ്ങിയ ഇബാദത്തുകളിലും ശഅബാനിലും ഷറാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊക്കെ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. റമദാനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിനും മനസ്സുകളായി ഇബാദത്തുകളാൽ റഹ്മാനായ റബ്ബിലേക്ക് സർവാത്മാ കീഴടങ്ങുവാനും വേണ്ടി ഈ മാസം നമ്മളൊന്ന് അണിഞ്ഞൊരുങ്ങേണ്ടതുണ്ട്, അല്ലെങ്കിൽ അതിലുള്ള ജാഗ്രത കാണിക്കേണ്ടതുണ്ട് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുകയാണ്. സഹോദരന്മാർ, അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയമാണ്, ഇപ്പൊ ഷഅബാൻ 15 എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? പ്രത്യേകതയുള്ളതായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, ഇന്നല്ലാഹ ലയത്തലിയു ഫീ ലൈലത്തി നിസ്ഫി മിൻ ശഅബാൻ ഫയഗ്ഫിറു ലിജമീഇ ഖൽഖി ഇല്ലാ ലിമുശ്രികിൻ ഔ മുശാഹിൻ. നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അടിമകളിലേക്ക് നോക്കും എപ്പോ? ശഅബാന്റെ പകുതിയിൽ. എന്നിട്ട് ഫയഗ്ഫിറു ലിജമീഇ ഖൽഖി ഇല്ലാ ലിമുശ്രികിൻ ഔ മുശാഹിൻ. എന്നിട്ട് മുഷാഹിനായ, അതായത് ആരുമായി വെറുപ്പും വിദ്വേഷവും പകയൊന്നും വെച്ച് പുലർത്താത്ത, അതുപോലെ തന്നെ അള്ളാഹുമായി പങ്കു ചേർക്കാത്ത ആൾക്കാർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും എന്നൊരു ഹദീസ് സഹിയായി വന്നിട്ടുണ്ട്. ഷെയ്ഖ് അൽബാനിയൊക്കെ അത് സഹി എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഹദീസ് തന്നെ ചില പണ്ഡിതന്മാരൊക്കെ അതിൽ ദുർബലതയുണ്ട് എന്ന് പറഞ്ഞവരുമുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ ഇന്നല്ലാഹ യത്തലി അലാ ഇബാദിഹി ഫീ ലൈലത്തി നിസ്ഫി മിൻ ശഅബാൻ ഫയഗ്ഫിറു ലിൽ മുഅ്മിനീന വയുംലി ലിൽ കാഫിർ വയദു അഹ്ല. അതായത് പരസ്പര പകയിലും വിദ്വേഷത്തിലും കഴിയുന്നവരെ, അത് ഉപേക്ഷിക്കുന്നവരെ, അവരെ പരിഗണിക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും പുറത്തു കൊടുക്കും, അവരിൽ ശിർക്കില്ലെങ്കിൽ, അവരിൽ വിദ്വേഷമില്ലെങ്കിൽ എന്ന് ശഅബാൻ 15 ബന്ധപ്പെട്ടുള്ള ഹദീസുണ്ട്. അതൊരു സഹിയാണെന്ന് വിശേഷിപ്പിച്ച പണ്ഡിതന്മാർ പറഞ്ഞ ന്യായം എന്ന് പറയുന്നത്, റിവിയാൻ ജമാഅത്തി മിൻ സഹാബത്തി ഫി തുർക്കിൻ മുഖ്തലിഫത്തിൻ യശുദ്ദു ബഅ്ദുഹാ ബഅ്ദൻ വ മുആദ് ബിൻ ജബൽ, അബൂ സഅലബ ബിൻ ഖുശനഹി, അബ്ദുല്ലാഹി ബിൻ അംർ, അബീ മൂസ അൽ-അശ്അരി, അബൂ ഖുറൈദ, അബൂബക്കർ സിദ്ദീഖ്, ഔഫ് ബിൻ മാലിക് വ ആയിഷ. പല സഹാബികളിൽ നിന്നും, ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും, ഔഫ് ബിൻ മാലിക്കിൽ നിന്നും, അബൂബക്കർ സിദ്ദീഖിൽ നിന്നും, അബൂ ഖുറൈയിൽ നിന്നും, അബൂ മൂസ അൽ-അശ്അരിയിൽ നിന്നും, അതുപോലെ തന്നെ അബ്ദുല്ലാഹി ബിൻ അംറിൽ നിന്നും, അങ്ങനെയുള്ള പല സഹാബികളിൽ നിന്ന് പല രൂപത്തിൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ സംഭവം ശരിയാണ്. അതായത് ഷഅബാന്റെ പകുതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ അടിമകൾക്കും പുറത്തു കൊടുക്കുന്നതായ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. എന്നാൽ സഹോദരന്മാരെ, മനസ്സിലാക്കി തരുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? റമദാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഷഅബാനിലുള്ളത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നടപടിക്രമം എന്ന രീതിയിൽ മനുഷ്യരുടെ കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ്. റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പ് പിടിക്കുന്ന ഒരു മാസമാണ്. അതുകൊണ്ട് തന്നെ
തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഇഷ്ടപ്പെട്ട പകയിലും വിദേശത്തിലും ഇല്ലാത്ത, അതുപോലെ തന്നെ ഒരു തരത്തിലും ശിർക്ക് വെക്കാത്ത അവന്റെ അടിമകൾക്ക് എന്താണ് ആ മാസം പുറത്തു കൊടുക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനപ്പുറം പ്രത്യേകപരമായ ഒരു അമലുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമ്മളെ വക ഒരു പ്രത്യേകമായ അമലുണ്ടാക്കാൻ ഒരു തെളിവും നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കണം. അതായത് നമ്മൾ ഷഅബാന ഉള്ളത് അതിൻ്റെ ഗൗരവം റമദാൻ എടുത്ത് ആ രീതിയിൽ തന്നെ വെച്ച് പുലർത്തി അള്ളാഹുവിൻ്റെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മാസത്തെ കണക്കാക്കിയ പ്രകാരം തന്നെ ആ ഗൗരവത്തിൽ തന്നെ കണക്കാക്കി അതിൽ കർമ്മങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും സഹായിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിക്കണമെന്ന് ഉണർത്തുകയാണ്. നമ്മൾ മസ്ജിദുകളിലൊക്കെ ആദ്യത്തെ സഫുകൾ പൂർത്തിയാക്കിയിട്ട് അടുത്ത സഫ് പൂർത്തിയാക്കുക, എന്നിട്ട് അതിൻ്റെ അടുത്ത സഫ് പൂർത്തിയാക്കലാണ് അതിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ. മസ്ജിദ് മാത്രമല്ല, ഒരു മജ്ലിസ് പോലും അങ്ങനെയാണ് ചെയ്യേണ്ടത്. സഫുകൾ അതിൻ്റെ ഒരു പൂർണ്ണത, അതിൻ്റെ അടുത്ത സഫ് പൂർത്തിയാക്കുക, എന്നിട്ട് അതിൻ്റെ അടുത്ത സഫ് പൂർത്തിയാക്കുക, അതിൻ്റെ അടുത്ത സഫ് പൂർത്തിയാക്കുക. അതിന് ഏതെങ്കിലും അവശതയോ പ്രയാസങ്ങളോ ഉള്ളവർക്ക് അവർക്ക് ശാരീരിക എന്തെങ്കിലും അറ്റാക്കുകളോ അതുപോലെ തന്നെയുള്ള കാർഡിയോളജിക്കൽ കംപ്ലൈൻറ്റോ മാരാരോഗങ്ങൾ അല്ലാത്തവരൊക്കെ അതിൻ്റെ രൂപത്തിൽ ആ ഇരുത്തത്തിൽ പോലും ഒരു മാന്യത കാണിക്കേണ്ടതുണ്ട്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഇരുത്തത്തുമായിട്ട് പഠിപ്പിക്കപ്പെട്ടിട്ട് പല രൂപത്തിലുള്ള ഹദീസുകൾ വന്നിട്ടുണ്ട്. ഒരാളെ ഇരുന്നിട്ട് എണീപ്പിക്കാൻ വേണ്ടി പാടില്ല, ഇനി രണ്ടാളിരുന്നെങ്കിൽ കുറച്ച് ഒതുങ്ങിയിട്ട് മൂന്നാമനിരിക്കട്ടെ എന്നാണ് ഖുർആന്റെ നസ്സാണ്. രണ്ടാളിരുന്നെങ്കിൽ കുറച്ച് ഒതുങ്ങിയിട്ട് മൂന്നാമതാൾ ഇരിക്കട്ടെ എന്ന് പറഞ്ഞതിൻ്റെ അസഫിൻ്റെ ഒരു പൂർണ്ണതയാണ്. അതുപോലെ ഇടതേ കൈ നമ്മൾ ചാർന്നിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വിലക്കിയിട്ട് കാണാൻ സാധിക്കും. വലത്തേ കൈ നമ്മളല്ല കേട്ടോ, വലത്തേ കൈ നമ്മൾ ചാർന്നിരിക്കണം. ഇടതേ കൈ നമ്മൾ ജൂതന്മാരുടെ ഇരുത്തമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. രണ്ട് കൈ നമ്മൾ ഇരിക്കാം. എന്നാൽ ഇടതേക്ക് നമ്മൾ മാത്രം ചാർന്നിരിക്കുന്നത് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. അതിന് കാരണം പറഞ്ഞത് അത് ജൂതന്മാരുടെ ഇരുത്താണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു കോപിച്ചവരുടെ ഇരുത്താണ്, നിങ്ങൾ ഇരിക്കരുന്ന്. അങ്ങനെ മുത്തശാബിയാത്തായ പല കാര്യങ്ങളും പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. അത് ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ഇരിക്കുക എന്ന് പറയുന്നത് അങ്ങനെ അങ്ങ് വന്നിരിക്കുന്നത് പള്ളിയിൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. പള്ളി എന്ന് പറഞ്ഞാൽ നമ്മളെ വീടല്ല, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ചായക്കടയല്ല, ഏതെങ്കിലും ഒരു കല്യാണ വീടല്ല. നമ്മളിപ്പോൾ അവിടെ അങ്ങനെ പോയി ഇരിക്കുക എന്ന് അങ്ങനെ നമ്മൾ ഇരിക്കുമല്ലോ, ഒരു വണ്ടി കയറി അങ്ങനെ തന്നെ ഇരിക്കും. എന്നാൽ പള്ളി അങ്ങനെയല്ല. അള്ളാഹുവിൻ്റെ ഭവനൽ മസാജിദില്ല, പള്ളി അള്ളാഹുവിൻ്റെ ഭവനാണ്. അതിനൊരു ആദരവ് തഹിയ്യത്താണ്. 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിച്ചിട്ടായിരിക്കണം നമ്മൾ ഇരിക്കേണ്ടത്. അതൊന്ന് ശ്രദ്ധിക്കുക. അത് ഖുതുബ നടത്തുന്ന ആയ സമയത്ത് പോലും ഇരിക്കണം. അതിന് കുറച്ചൊരു വേഗത കൂട്ടണമെന്നേ ഉള്ളൂ, കുറച്ചൊരു സ്പീഡ് കൂട്ടാം. എന്നാൽ ജമാഅത്ത് നിസ്കാരം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ജമാഅത്തിൽ അങ്ങ് പങ്കെടുക്കും. അല്ലാതെ ഏത് സമയത്താണെങ്കിലും 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കുക. അത് ചുരുക്കി നിസ്കരിക്കാം. കുലുല്ലാഹോ കുലാത്തുൽ ഫൽക്കോ കുലിയൽ കാഫിറുനോ കുലുല്ലാഹോ എന്തെങ്കിലും ചെറിയ സൂറത്ത് ഓതിയിട്ട് പെട്ടെന്ന് ഇരിക്കാൻ വേണ്ടി നോക്കാം. അതാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക. അതൊക്കെ ഒരു ആദാബുൽ മസ്ജിദാണ്, മസ്ജിദുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു നമ്മുടെ മര്യാദയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് നമ്മൾ മനസ്സിലാക്കുന്നത് ശഅബാൻ 15-ന് നമ്മുടെ പള്ളികൾ, നമ്മുടെ നാടുകളിലൊക്കെ ഒരു പ്രത്യേകമായ സുന്നത്ത് നോമ്പ്, ബറാത്ത് നോമ്പ് അനുഷ്ഠിക്കുന്നതായിട്ട് പള്ളികളിലും മറ്റൊക്കെ ഉത്ബോധനം കാണാറുണ്ട്. അതുപോലെ തന്നെ ശഅബാൻ 15 രാവിലെ പ്രത്യേകമായി ഇബാദത്തുകൾ നിർവഹിക്കുകയും മധുരം കൊടുത്തും പ്രത്യേകമായ ഭക്ഷണം പാകം ചെയ്തുമെല്ലാം ആഘോഷിക്കുകയും ചെയ്യുന്ന രീതിയും കണ്ടുവരാറുണ്ട്. ഇസ്ലാമിക പ്രമാണങ്ങളിൽ ശഅബാൻ 15-ന് നോമ്പനുഷ്ഠിക്കുന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ ശഅബാൻ 15-ന് പ്രത്യേകമാക്കി നോമ്പനുഷ്ഠിക്കുന്നതിന് ഒരു തെളിവില്ല. നമുക്കറിയാം അയ്യാമുൽ ബീദിന്റെ 13, 14, 15 എന്ന രീതിയിൽ നോമ്പ് നിൽക്കാം. അതുപോലെ തന്നെ വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും നോമ്പെടുക്കൽ സുന്നത്താണ്. അതുപോലെ ദാവൂദ് നബി നോമ്പ് വെച്ചതുപോലെ 1 ഇടവിട്ട ദിവസങ്ങൾ നോമ്പ് വെക്കാം. അതുപോലെ നോമ്പ് ഇങ്ങനെ ചിലപ്പോൾ തുടർച്ചയായി നോക്കാം, എന്നിട്ട് മുറിക്കാം, എന്നിട്ട് തുടർച്ചയായി നോക്കാം. ഇങ്ങനെയൊക്കെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടുണ്ട്. എന്നാൽ ശഅബാൻ 15-ന് മാത്രം നോമ്പനുഷ്ഠിക്കുന്നു പറയുന്ന ഒരു റിപ്പോർട്ട്, ആ വന്ന റിപ്പോർട്ടൊക്കെ അങ്ങേറ്റത്തെ മൗലുവായ റിപ്പോർട്ടാണ്. എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കെട്ടിച്ചമച്ച റിപ്പോർട്ടുകൾക്കാണ് മൗലുവാത്ത് എന്ന് പറയും. അതിന് ഗ്രന്ഥം തന്നെയുണ്ട്. ഇത്ര റിപ്പോർട്ടുകൾ ശേഖരിച്ച മഹാന്മാരുടെ പണ്ഡിതന്മാരുടെ ഗ്രന്ഥം തന്നെയുണ്ട്. മൗലുവാത്തുകൾ മാത്രം ക്രോഡീകരിച്ച റിപ്പോർട്ടുകളുണ്ട്. പലരും പല റിപ്പോർട്ടുകൾ ഉണ്ടാക്കും. ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഒരു പ്ലാസ്റ്റിക്കിന്റെ പാത്രം കൊണ്ടുവന്നിട്ട് ഇത് റസൂൽ ഉപയോഗിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് പറയാം. അതെന്താണ്? അത് മൗലു ആണ്. മൗലു കണ്ട് റസൂലുള്ളാഹിയുടെ പേരിൽ കെട്ടിച്ചമച്ചാണ്. ഒരു നീളമുള്ള മുടി വന്നിട്ട്
ഇത് റസൂൽ ഉപയോഗിച്ച് മുടിയാന്ന് പറയാം. അങ്ങനെ പറഞ്ഞ ആളെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുടിയാണെന്ന് പറയാം. ഒരു സ്റ്റീൽ പാത്രം ഉപയോഗിച്ചിട്ട് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ ഈ ആധുനിക കാലത്തുള്ള ആൾ പോലും ഉണ്ട്, കേരളക്കരയിൽ പോലും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെ അതൊക്കെ മൗദൂഅത്തിലാണ് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മേൽ കെട്ടിച്ചമക്കാം. ഇത് കാലാനുസൃതം ഖിയാമത്ത് നാൾ വരെ നിർലോഭം ഈ സമുദായത്തിൽ നടന്നുകൊണ്ടേയിരിക്കും, അത് യാതൊരു സംശയമില്ല. പക്ഷെ അത് ക്രോഡീകൃതമായ രീതിയിൽ, ഹദീസായ രീതിയിൽ അവർക്ക് രേഖപ്പെടുത്താൻ ഇന്ന് സാധ്യമല്ല. കാരണം അത്രമാത്രം അതിന്റെ വ്യതിരക്തതകൾ ഇവിടെ സംഭവിച്ചു കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിനെ സംരക്ഷിക്കുന്നു എന്നതിന്റെ തെളിവാണ്. ഒരാൾ വലിയ മുടിവുണ്ടായിട്ട് അത് ഏതെങ്കിലും മുസനഫ് അഹമ്മദിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പിന്നെ ഇമാം ബൈഹഖിന്റെ ഗ്രന്ഥങ്ങളിലോ മറ്റോ രേഖപ്പെടുത്താൻ സാധ്യമല്ല. കാരണം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സഹോദരന്മാർ, ഷഅബാൻ 15 വന്നുള്ള റിപ്പോർട്ടുകളൊക്കെയും പണ്ഡിതന്മാർ ഉൾപ്പെടുത്തി എന്താണ്, അത് മൗദൂഅത്തിലാണ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടിച്ചമച്ച 2-3 ഉദാഹരണം പറയാം. ഇപ്പൊ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് അത് ഉദ്ധരിക്കപ്പെടുകയാണ്. ഇത് കാനത്ത് ലൈലത്തുൻ നിസ്ഫി മിൻ ഷഅബാന ഫഖൂമു ലൈലഹാ വസൂമു യൗമഹാ. അതായത് ഷഅബാന്റെ പകുതി ആയി കഴിഞ്ഞാൽ 15 രാവിലെ നിങ്ങൾ എന്ത് ചെയ്യണം, രാത്രിയിൽ നിസ്കരിക്കണം, അതിന്റെ പകലിൽ നിങ്ങൾ നോമ്പനുഷ്ഠിക്കണം. ആധുനിക പണ്ഡിതനായ ശൈഖ് അൽബാനി റഹ്മത്തുള്ളാഹി പറഞ്ഞു ഇത് മൗദൂആയ ഹദീസാണ്. ആധുനിക പണ്ഡിതനാണ് സിൽസിലത്തുൽ ഹദീസ് മാത്രമല്ല, മഹാന്മാരെ പല പണ്ഡിതന്മാർ പഴയ കാലത്ത് ഇപ്പൊ കിതാബുൽ മൗദൂആത്തിൽ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി ഉൾപ്പെടുത്തിയത് കിതാബുൽ മൗദൂആത്തിലാണ്. അതുപോലെ തന്നെ ബൈഹഖി തന്റെ ശുഅബുൽ ഈമാനിൽ അത് മൗദൂആണെന്ന് ഉൾപ്പെടുത്തി. ഇമാം അബ്ദുൽ ഖത്താദ് ഇബ്നു ദഹിയ ആദാബു വമാ വജബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അതിന് മൗദൂ എന്ന് പറഞ്ഞു. അൽ ബായിസ് അൽ അൽഗാർ അൽ ബിദി വൽ ഹവാദിസ് എന്ന ഗ്രന്ഥത്തിൽ അബൂ ശാമ അഷ്ശാഫി റഹിമഹുല്ലാഹ് അത് മൗദൂആണെന്ന് പറഞ്ഞു. അതായത് ഷഅബാൻ 15 പ്രത്യേകമായി നോമ്പോ നിസ്കാരമോ പറയുന്നതുമായി വന്ന ഹദീസുകൾ എല്ലാം ഒന്നുകിൽ കെട്ടിച്ചമച്ചതോ അല്ലെങ്കിൽ അങ്ങേയറ്റത്തെ ദുർബലമായ റിപ്പോർട്ടുകളാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ മറ്റൊരു റിപ്പോർട്ടുണ്ട്, യാ അലി മൻ സല്ല ലൈലത്തുൻ നിസ്ഫി മിഅത റകഅത്തിൻ ബിഅൽഫി ഖുൽ ഹുവല്ലാഹു അഹദ്. ഷഅബാൻ 15 ദിവസം അലിയെ ആരെങ്കിലും എണീറ്റ് നിന്നിട്ട് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന സൂറത്ത് 100 റകഅത്ത് നിസ്കരിച്ചാൽ ആ രാത്രി അവൻ മുന്നോട്ട് വെച്ച എല്ലാ ആവശ്യങ്ങളും അവന് നിറവേറ്റി കൊടുക്കപ്പെടും എന്നൊരു ഹദീസ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി പറഞ്ഞു ഇത് മൗദൂആണ്, കെട്ടിയുണ്ടാക്കിയതാണ്. അൽ മനാറുൽ മുനീഫിൽ കാണാൻ സാധിക്കും. ഇത് കെട്ടിയുണ്ടാക്കിയ ഹദീസാണ്. അതുപോലെ പല റിപ്പോർട്ടുകളുണ്ട്. സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഇങ്ങനെയുള്ള ഒരു റിപ്പോർട്ടുകളും സഹിയായി വന്നിട്ടില്ല. കാരണം നമുക്ക് പ്രത്യേകമായ അമല് ചെയ്യാനുള്ള ഒരു റിപ്പോർട്ടും എന്താണ്, അത് സഹിയായി വന്നിട്ടില്ല. അതുപോലെ തന്നെ ഷഅബാൻ 15 രാവിൽ പ്രത്യേകമായി ഇബാദത്തുകൾ നിർവഹിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി അതുമായി തെളിവായി കൊണ്ടുവരുന്ന സകല കാര്യങ്ങളെയും ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാർ തന്നെ വളരെ കൃത്യമായി ഖണ്ഡിച്ചതായി കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പൊ ഇമാം നബി റഹിമഹുല്ലാഹ് പറയാണ്, അസ്സലാത്തുൽ മഅറൂഫത്തു ബിസലാത്തിർ ഗാബി ഫയ 12 റകഅത്തൻ തുസല്ല ബൈനൽ മഗ്രിബി വൽ ഇശാഇ ലൈലത അവ്വൽ ജുമുഅത്തിൻ ഫി റജബ് വസലാത്തി ലൈലത്തിൻ നിസ്ഫി ശഅബാൻ 100 റകഅത്തൻ വഹാതാനി സലാത്താനി ബിദഅതാൻ വമുൻകിറാനി കബീഹതാൻ വലാ യുഖ്തറു ബിസിക്രിഹിമാ ഫി കിതാബിൽ ഖുത്തുൽ ഖുലൂബ് വഇഹ്യാ ഉലൂമുദ്ദീൻ ولا بالحديث المذكور فيهما فإن كل ذلك باطل. വലിയ റിപ്പോർട്ടാണ്. അതായത് സലാത്തുർ റഗായിബ് എന്നറിയപ്പെടുന്ന ആഗ്രഹ സഫലീകരണ നിസ്കാരം, അതായത് റജബ് മാസത്തിലെ ആദ്യത്തെ ജുമാ ദിവസം മഗ്രിബിനും ഇശാക്കും ഇടയിൽ നിസ്കരിക്കുന്ന 12 റക്അത്ത് നിസ്കാരം, അതുപോലെ ഷഅബാൻ 15 നിസ്കരിക്കുന്ന 100 റക്അത്ത് നിസ്കാരം, ഇവർ രണ്ടും ബിദ്അത്താണ്. കാരണം അങ്ങേറ്റത്തെ വലിയ തിന്മയും മ്ലേച്ഛവുമാണ്. ഇനി ഖുത്തുൽ ഖുലൂബ് എന്ന ഗ്രന്ഥത്തിലോ ഇയാ ഉലൂമീൻ എന്ന ഗ്രന്ഥത്തിലോ അവ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് എന്നതിനാലോ അതുമായി ബന്ധപ്പെട്ട ഹദീസ് കണ്ടോ ആരും തന്നെ വഞ്ചിതരാകേണ്ടതില്ല. വലാ യുഖ്തറു ബിസിക്രിഹിമാ ഫി കിതാബി ഖുത്തുൽ ഖുലൂബ് വഇയ്യാ ഉലൂമുദ്ദീൻ. മഹാന്മാരായ ചില മഹാന്മാരുടെ ഗ്രന്ഥത്തിലൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആരും വഞ്ചിതരാകേണ്ടതില്ല. കാരണം അതൊക്കെയും കെട്ടിച്ചമച്ചതാണ്. അതുപോലെ അതിന്റെ മതവിധി വ്യക്തമല്ലാത്തതിനാൽ അത് പുണ്യകാരമാണ് എന്ന നിലയ്ക്ക് കൃതി എഴുതിയ ഇമാമുകളുടെ വാക്കുകൾ കണ്ട് ആരും വഞ്ചിതരാകേണ്ട. കാരണം അവർക്ക് ആ വിഷയത്തിൽ തെറ്റുപറ്റിയിരിക്കുന്നു എന്നാണ്. അതുപോലെ തന്നെ സഹോദരന്മാരെ, നമ്മുടെ നാട്ടിലൊക്കെ 3 യാസീൻ ഓതുന്ന പരിപാടിയുണ്ട്. ബലാവുകൾ ദുരിതങ്ങൾ നീങ്ങാൻ, ദീർഘായുസ് ലഭിക്കാൻ വേണ്ടിയിട്ട്, ദാരിദ്ര്യം മാറാൻ എന്നൊക്കെ പേരിൽ 3 യാസീനതും. ഒരു യാസീനതും ബലാകൾ മാറാൻ, മറ്റൊരു യാസീനത് ദീർഘായുസ് കിട്ടാൻ വേണ്ടി, മറ്റൊരു യാസീനത് നമുക്ക് ദാരിദ്ര്യം മാറാൻ എന്ന പേര്.
ഇങ്ങനെയുള്ള പരിപാടിയേ ഇല്ല. ഇതൊക്കെ തനി ബിദ്അത്താണ്, തനി അനാചാരമാണ്. എന്നാൽ ഖുർആൻ പാരായണത്തിലൊക്കെ പോലീസുകളുണ്ട്. ഇപ്പൊ സൂറത്ത് മുൽക്ക് പാരായണം ചെയ്തത് ഖബറിലെ ശിക്ഷയിൽ നിന്ന് രക്ഷ കിട്ടുമെന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് സഹിഹായിട്ട് വന്നിട്ടുണ്ട്. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീടുകളിൽ നിന്ന് പിശാച് അകന്നു പോകുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതുപോലെ ഷഅബാൻ 15 രാവിലെ 3 യാസീൻ പാരായണം ചെയ്താൽ ഇന്ന പ്രതിഫലം ലഭിക്കണമെന്ന് പറയണമെങ്കിൽ ഒന്നെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയണം. അപ്പോൾ പ്രമാണങ്ങൾ സ്ഥിരപ്പെടാത്ത ഷഅബാൻ 15 രാവിലെ 3 യാസീൻ പാരായണം ചെയ്താൽ ഇന്ന പ്രതിഫലം ലഭിക്കുമെന്ന് ഒരാൾ പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അയാൾ അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ കളവ് പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫമൻ അദ്ലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബൻ ഔ കദ്ദബ ബിആയാതി. അള്ളാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമക്കുകയോ അവന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ച് തള്ളുകയോ ചെയ്തവനേക്കാൾ ഏറ്റവും വലിയ കടുത്ത അക്രമി ആരാവുള്ളൂ? അള്ളാഹു പറഞ്ഞെന്ന് പറഞ്ഞ് ചെയ്യാം, റസൂല് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ചെയ്യാം. അവനേക്കാൾ ഏറ്റവും വലിയ അക്രമി ആരാ ഉള്ളത്? അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഖുൽ അലയ്യ മാ ലം അഖുൽ. ഞാൻ പറയാത്തത് ഒരാൾ പറഞ്ഞാൽ അവന്റെ ഇരിപ്പിടം നരകത്തിൽ അവൻ ഉറപ്പിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഷഅബാൻ 15ന്റെ മഹത്വം മനസ്സിലാക്കുന്നതോടൊപ്പം ഷഅബാൻ മാസത്തിന്റെ മഹത്വം മനസ്സിലാക്കുന്നതോടൊപ്പം ഷഅബാൻ മാസത്തിൽ കടന്നു വരുന്ന അനാചാരങ്ങളെ കുറിച്ചും ബിദ്അത്തുകളെ കുറിച്ചുള്ള ജാഗ്രത എന്ത് ചെയ്യണം, നമ്മൾ വെച്ച് പുലർത്തേണ്ടതുണ്ട് എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് മനസ്സിലാക്കാം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ പറ്റി പറയുന്നു, കാന യുസാരിന ഫിൽ ഖൈറാത്ത് വയദൂന റഗബൻ വറഹ്ബ വകാനു ലനാ ഖാശീൻ. അവർ നന്മകളിൽ മുന്നിടുന്നവരാണ്, അവർ നമ്മളോട് ആശിച്ചും ഭയന്നുകൊണ്ട് പേടിക്കുന്നവരാണ്. അതായത് നന്മകളിൽ മുന്നിടേണ്ട അവസരങ്ങൾ അത് പരമാവധി ഉപയോഗപ്പെടുത്തുക, എന്നാൽ നന്മകളല്ലാത്ത തിന്മകളിൽ നിന്ന് വർജിക്കുക. ആ തിന്മകളിൽപ്പെട്ടതാണ് മതത്തിൽ പഠിപ്പിക്കാത്ത ബിദ്അത്തുകൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിയായ ഇൽമും അതനുസരിച്ചുള്ള പ്രവർത്തനവും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ധാരാളം തൗഫീഖുകൾ നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരന്മാരെ, നമ്മുടെ വിശ്വാസം തൗഹീദിൽ അധിഷ്ഠിതമാക്കുക. കുറേ കാര്യങ്ങളുണ്ട്, തൗഹീദ് ഇല്ലെങ്കിൽ നമ്മുടെ അമലുകളൊക്കെയും പൊളിഞ്ഞു പോകും. കുറേ കാര്യങ്ങളുണ്ട്, കുറേ ബിദ്അത്തുകളുണ്ടെങ്കിൽ ആകെ ബിരിയാണിയിൽ എന്തൊക്കെ പുരട്ടി വാറ്റിന്ന് പോകുന്ന അവസ്ഥയുണ്ട്. ഒരു കർമ്മങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാത്ത അവസ്ഥയുണ്ടാവും. അതുകൊണ്ട് തന്നെ ബിദ്അത്തുകൾ ഇന്ന് പരിപൂർണമായി വർജിക്കാം. സുന്നത്തുകളുടെ ഒരു പ്രത്യേകമായ സ്നേഹം കാണിക്കാം. കൊടുത്തു തീർക്കാനുള്ള മറ്റുള്ളവരുടെ അവകാശങ്ങൾ നമ്മുടെ പോക്കറ്റിലും വെച്ചിട്ടാണ് നടക്കുന്നതെങ്കിൽ അത് കൊടുത്തു തീർക്കാൻ വേണ്ടി പെട്ടെന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മ്യൂസിക്, സിനിമ, അതുപോലെ തന്നെ പാട്ട് കച്ചേരികൾ, കല്യാണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ആർക്കും കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുപോലൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ജീവിതം കെട്ടിപ്പിടിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും സഹായിക്കുമാറാവട്ടെ. അല്ലാഹുവേ, സാധാ മരുന്നുകൾ കൊണ്ട് മാറാത്ത മാറാ രോഗങ്ങൾ, എപ്പോഴും വേദന സംഹാരികളെ ആശ്രയിച്ച് കഴിയേണ്ടി വരുന്ന അവസ്ഥകൾ, പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ, പോസ്റ്റ്മോർട്ടം പോലെയുള്ള അപകട മരണങ്ങൾ, വാർദ്ധക്യത്തിലോ മറ്റോ ജീവക്ഷമായി കിടക്കേണ്ടി വരുന്ന അവസ്ഥകൾ, മറ്റുള്ളവരെ ആശ്രയിച്ച് കഴിയേണ്ടി വരുന്ന അവസ്ഥകൾ, അള്ളാഹു എന്നിവയ്ക്ക് തൊട്ട് നിന്നോട് ഞങ്ങൾ അഭയം ചോദിക്കാം. അള്ളാഹു ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല സമയം നമ്മുടെ അന്ത്യസമയമാക്കുകയും യഖീനോടുകൂടെ ദൃഢതയോടുകൂടെ നിസ്കാരം നിലനിർത്തി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്ന സത്യവിശ്വാസികളാക്കി നമ്മളെവരെയും മാറ്റി തീർക്കണമേ. നാളെ മരണപ്പെട്ടു പോയാൽ ജന്നാത്തുൽ ഫിർദൗസിൽ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അയൽവാസിയായി കഴിയാനുള്ള ഉത്തമമായ മഹാഭാഗ്യം നമുക്കേവർക്കും പ്രദാനം ചെയ്യണമേ. അല്ലാഹുവേ, നമ്മിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ്സും ആരോഗ്യ സൗഖ്യവും ഹിദായത്തും പ്രദാനം ചെയ്യണമേ. നമ്മിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾക്ക് നിന്റെ വിശാലമായ ഭാഗ്യപ്രത്ത് വഴി അവരെയും നമ്മളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ. അല്ലാഹുവേ, നമ്മുടെ ഭാര്യമാരിലും കുട്ടികളിലും നീ ഒരു കൺകുളിർമ പ്രദാനം ചെയ്യണമേ. നമ്മളാൽ നമ്മുടെ മാതാപിതാക്കൾക്ക് ഒരു കൺകുളിർമ പ്രദാനം ചെയ്യണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.